ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എസ്പെഷ്യലി ഒരുപാട് ആൾക്കാരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ മാറ്റാനുള്ള ഒരു വീഡിയോ ആണ്. എസ്പെഷ്യലി സി എമ്മിനെ പറ്റിയുള്ളത്. ഇന്ന കാരണത്താൽ എനിക്ക് സി എം കിട്ടാതിരിക്കുമോ എന്നുള്ള ഒരു വറി അല്ലെങ്കിൽ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ കാരണം ഫേസ്ബുക്ക് നിർത്തിയ ആൾക്കാരുണ്ട്, നിർത്താൻ ആലോചിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ നിർത്തട്ടെ എന്ന് എൻ്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ച ആൾക്കാരുണ്ട്. സോ ഒരുപാട് പേര് അങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ തിങ്ക് ചെയ്തത് ഒരു വീഡിയോ ചെയ്ത് അവർക്ക് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി കൊടുക്കാം. ഇത് കുറച്ച് ആൾക്കാരുടെ മാത്രമല്ല ഡൗട്ട്, ഒരുപാട് പേർക്ക് ഈ ഡൗട്ട് ഉണ്ട്. ഈ ഡൗട്ട് കാരണം പല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ കണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഈ പറയുന്ന തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റുക. സി എമ്മും ഇതുമായിട്ട് കണക്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. സോ വീഡിയോ കംപ്ലീറ്റ്ലി കാണാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫോളോവേഴ്സിന് ഷെയർ ചെയ്യുക. കാരണം അവർക്കും ഇതേ ഇഷ്യൂ ഉണ്ട്. ഒരുപാട് പേർക്ക് ഷെയർ ചെയ്താലേ കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാവത്തുള്ളൂ, എൻ്റെ ഇൻബോക്സ് കുറയത്തുള്ളൂ. സോ അതുകൊണ്ടാണ് ഞാൻ എല്ലാ ആൾക്കാരുടെ അടുത്തും വീഡിയോ ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിൽ ഒന്നാമത്തെ കാര്യം, സി എമ്മും പേ ഔട്ട് അക്കൗണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, പേ ഔട്ട് അക്കൗണ്ട് കിട്ടാതെ ഇരിക്കുമ്പോൾ നമുക്ക് സി എം ആക്റ്റീവ് ആവാതിരിക്കുമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, പേ ഔട്ട് അക്കൗണ്ട് ഓൾറെഡി കിട്ടി, അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ അത് കാരണം സി എം കിട്ടാതിരിക്കുമോ? സോ സി എം കിട്ടാതിരിക്കാൻ ഈ പറയുന്ന കാര്യങ്ങൾ ബാധിക്കുമോ? അതിനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ, ഒരു തരത്തിലും ബാധിക്കത്തില്ല. പേ ഔട്ട് അക്കൗണ്ട് എന്ന് പറയുന്നതും സി എം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോണ്ടന്റ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. സി എം എന്ന് പറയുന്നത് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള ഒരു ടൂൾ മാത്രമാണ്, ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടാനുള്ള ഒരു മാർഗം. പേ ഔട്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ കിട്ടുന്ന പൈസ നമ്മളുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസാക്ഷൻ ചെയ്തെടുക്കും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തെടുക്കാനുള്ള ഒരു മെത്തേഡ് മാത്രമാണ്. സോ സി എം കിട്ടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പേ ഔട്ട് കിട്ടാതിരിക്കാം, ലേറ്റായിട്ടായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ സി എമ്മിന് മുമ്പ് പേ ഔട്ട് കിട്ടിയ ആൾക്കാർ കാണാം, ചിലപ്പം പേ ഔട്ട് അക്കൗണ്ട് ഇഷ്യൂ ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഇത് ഒന്നും തന്നെ സി എമ്മിനെ ബാധിക്കത്തില്ല. ഇത് രണ്ട് കാര്യങ്ങളാണ്. സോ ഈ ഒരു കാര്യത്തിൽ ദയവ് ചെയ്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവരുത്. ഇനി അടുത്ത കാര്യം, പ്രൊഫൈൽ ഇഷ്യൂ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ എനിക്ക് പ്രൊഫൈൽ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും എനിക്ക് സി എം ആക്റ്റീവ് ആവാൻ ചാൻസ് ഇല്ലേ എന്നോ അതുകൊണ്ട് നിർത്തുകയാണ്. ഇതും തെറ്റിദ്ധാരണയാണ്. പ്രൊഫൈൽ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരിക്കലും സി എം ആക്റ്റീവ് ആവത്തില്ല എന്നല്ല അതിൻ്റെ മീനിങ്. പ്രൊഫൈൽ ഇഷ്യൂ ബേസ് ചെയ്തിരിക്കും എന്ന് വെച്ചാലും നിങ്ങൾക്ക് ഒരിക്കലും സി എം കിട്ടത്തില്ല എന്നല്ല എൻ്റെ അർത്ഥം. ഇപ്പം ചെറിയ പ്രൊഫൈൽ ഇഷ്യൂ ഉള്ള ഒരുപാട് പേർക്ക് സി എം ആക്റ്റീവ് ആയിട്ടുണ്ട്. മേജർ പ്രൊഫൈൽ ഇഷ്യൂ എസ്പെഷ്യലി നിങ്ങൾ പോളിസി വയലേഷൻ ചെയ്ത് റെഡ് അലേർട്ട് അല്ലെങ്കിൽ റെഡ് മാർക്ക് വരുന്ന അക്കൗണ്ടാണ് സാധാരണ മോണിറ്റൈസേഷൻ കിട്ടാതിരിക്കുക. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല എന്നല്ല. നിങ്ങൾ നല്ല രീതിയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സി എം കിട്ടാൻ ചാൻസ് ഉണ്ട്, ഈ പറയുന്ന റെഡ് ഫ്ലാഗ് മാറ്റുകയാണെങ്കിൽ. അല്ലാതെ യെല്ലോ കളറാണ് നിങ്ങൾക്ക് ചെറിയ പ്രൊഫൈൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ടും സി എം കിട്ടിയ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എനിക്ക് സി എം കിട്ടത്തില്ല. കിട്ടിയ ആൾക്കാർ ദയവേത് കമന്റ് ഇടുക. കിട്ടാത്ത ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമന്റിലിടാം. അടുത്തൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ, ഇത് ഒരുപാട് പേർക്കുള്ളതാണ്. എനിക്ക് ഫോളോവേഴ്സ് കുറവാണ്, വ്യൂസ് കുറവാണ്, എൻഗേജ്മെന്റ് കുറവാണ്, റീച്ച് കുറവാണ്. സോ ഈ കാരണത്താൽ എനിക്ക് ഇത് സി എം കിട്ടാതിരിക്കുമോ, ഞാൻ അതിനി കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാ കേട്ടോ. സി എം കിട്ടുന്നത് നിങ്ങളുടെ ഫോളോവേഴ്സ് ബേസ് ചെയ്തോ അല്ലെങ്കിൽ വ്യൂസ് ബേസ് ചെയ്തോ എൻഗേജ്മെന്റ് ബേസ് ചെയ്തോ അല്ല. 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്ക് വരെ സി എം കിട്ടാതിരുന്നിട്ടുണ്ട്. 700 ഫോളോവേഴ്സ് ഉള്ള ആൾക്കാർക്ക് വരെ കിട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് ലേറ്റസ്റ്റ് കിട്ടിയ അപ്ഡേറ്റ്, 700. ഈവൻ 2-3 മില്യൺസ് വ്യൂസ് അതുപോലെ തന്നെ 2-3 മില്യൺസ് എൻഗേജ്മെന്റ് ഉള്ള ആൾക്കാർക്കും കിട്ടാതിരുന്നിട്ടുണ്ട്. ഈവൻ 10,000, 20,000, 25,000 വ്യൂസ് അതുപോലെ തന്നെ എൻഗേജ്മെന്റ് ഉള്ള ആൾക്കാർക്കും സി എം കിട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, വലിയ അക്കൗണ്ടുകൾക്ക് സി എം കിട്ടാതിരുന്നിട്ടുണ്ട്. ചെറിയ അക്കൗണ്ടുകൾക്ക് ചിലപ്പം 1 മാസം മുമ്പ്, 2 ആഴ്ച മുമ്പ്, 2 മാസം മുമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത അക്കൗണ്ടിന് വരെ സി എം കിട്ടിയിട്ടുണ്ട്. സി എം ഒരിക്കലും ഈ പറയുന്ന വ്യൂസും ഫോളോവേഴ്സും ബേസ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ എവിടെയും പറഞ്ഞിട്ടില്ല. സി എമ്മിന്റെ ക്രൈറ്റീരിയ ഒറ്റ കാര്യമാണ് മെയിൻലി, നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ്സ് മാത്രം പോസ്റ്റ് ചെയ്യുക. പോളിസിക്ക് വയലേഷൻ വരുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. എലിജിബിൾ കൺട്രിയിലായിരിക്കും. ഇതല്ലാതെ വേറെ ഒരു ക്രൈറ്റീരിയയും സി എമ്മിന് ഇല്ല. സോ ഈ ഒരു തെറ്റിദ്ധാരണ ഒരുപാട് പേരിലുണ്ട്, അത് മാറ്റിയെടുക്കുക. ഇനി പറയാൻ പോകുന്നതാണ് കൂടുതൽ ആൾക്കാർക്കുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, വീക്ക്ലി ചലഞ്ചസ്. ഞാൻ വീക്ക്ലി ചലഞ്ചസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് സി എം കിട്ടത്തില്ലേ? ഞാൻ കുറേ തവണ പറഞ്ഞ കാര്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് പോസ്റ്റിൽ പറഞ്ഞ കാര്യമാണ്, ഒരുപാട് വീഡിയോസിൽ പറഞ്ഞ കാര്യമാണ്. വീക്ക്ലി ചലഞ്ചസും സി എമ്മും അല്ലെങ്കിൽ ഏത് ടൂളാണെങ്കിലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധവുമില്ല. നിങ്ങൾ വീക്ക്ലി ചലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യോ ഇല്ല, അത് നിങ്ങളുടെ മാത്രം സജഷൻ അല്ലെങ്കിൽ ഡിസിഷനാണ്. ചെയ്താലും ചെയ്തില്ലെങ്കിലും സി എം കിട്ടും. എനിക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് കാണുന്നത് ഞാൻ വീക്ക്ലി ചലഞ്ചസ് കംപ്ലീറ്റ് ചെയ്ത്. അത് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇപ്പോഴത്തെ സമയത്തിൽ. പണ്ടെപ്പോഴോ വീക്ക്ലി ചലഞ്ചസിന് പുറകെ പോയത് മാത്രം ഓർമ്മയുണ്ട്. സോ നിങ്ങൾ ഇപ്പോഴും വീക്ക്ലി ചലഞ്ചസിന്റെ പുറകെ ഓടുന്ന ആൾക്കാരാണെങ്കിൽ ദയവേത് നിർത്തുക. അത് ജസ്റ്റ് നമ്മളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലാതെ സി എം കിട്ടാൻ വേണ്ടി നിങ്ങൾ അതിന്റെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല. ഇനി അടുത്തൊരു കാര്യം, സി എം കിട്ടുന്നതിന് മുമ്പ് ബാക്കിയുള്ള എല്ലാ ടൂളും കിട്ടണം, അല്ലെങ്കിൽ
ഈ പറയുന്ന 5 ടൂൾസ് ഉള്ളതിനകത്ത് ബാക്കിയുള്ള 4 ടൂൾസും കിട്ടിയാലേ CM കിട്ടത്തുള്ളൂ. ഈ പറയുന്ന ടൂൾസ് കിട്ടിയില്ലെങ്കിൽ CM കിട്ടത്തില്ല. ഇതും ഒരു കൺഫ്യൂഷൻ മാറ്ററാണ്, അല്ലെങ്കിൽ എന്താണ് എല്ലാ ആൾക്കാർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ക്ലാരിറ്റി ചെയ്ത് പറഞ്ഞുതരാം. അങ്ങനത്തെ ഒരു ക്രൈറ്റീരിയ ഇല്ല. ഈവൻ സ്റ്റാർസിന്റെ ടൂൾ കിട്ടാത്ത ആൾക്കാർക്ക് വരെ CM കിട്ടിയിട്ടുണ്ട്. ഈവൻ ഈ പറയുന്ന 4 ടൂൾസും കിട്ടിയ ആൾക്കാർക്ക് CM കിട്ടാതെ ഇരുന്നിട്ടുണ്ട്. സോ ഈ പറയുന്ന 5 ടൂൾസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് അല്ല. CM ഉൾപ്പെടെ 5 ടൂളാണുള്ളത്. സോ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് അല്ല. ഓരോ ടൂൾസിനും അതിൻ്റെതായിട്ടുള്ള ക്രൈറ്റീരിയ ഉണ്ട്. CMന് മാത്രം ക്രൈറ്റീരിയ ഇല്ല. നമ്മൾ ക്രിയേറ്റർ സ്റ്റോർ ഫ്രണ്ടിനും വേറെ ക്രൈറ്റീരിയ പറഞ്ഞില്ല. ബാക്കിയുള്ളതിന് ഓരോരോ ചെറിയ ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. അത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ CM കിട്ടാൻ ബാക്കിയുള്ള ടൂൾസ് ആക്റ്റീവായി ഇരിക്കണം അല്ലെങ്കിൽ ആക്റ്റീവായി കിട്ടണം എന്ന് ഒരു നിബന്ധനയില്ല. സോ നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് മേ ബി ബാക്കിയുള്ള ടൂൾസ് കിട്ടുന്നതിന് മുമ്പേ CM കിട്ടിയേക്കാം. സോ ഇതും വലിയൊരു തെറ്റിദ്ധാരണയാണ്. സോ അത് മാറ്റിയെടുക്കുക. ഇനി അടുത്ത് ലാസ്റ്റ് പറയാനുള്ളത് ഉൾട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ വല്ലപ്പോഴൊക്കെ ഒരു 2-3 പോസ്റ്റ് ഇട്ട് നിന്നാൽ പോരെ CM എനിക്ക് ആക്റ്റീവായി കിട്ടത്തില്ലേ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കിട്ടത്തില്ല. നിങ്ങൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആവണം. ഡെയിലി ബേസിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നിങ്ങൾ ഒറിജിനൽ കണ്ടന്റ് ഇടണം. ആഴ്ചയിൽ ഒരിക്കൽ ഏതെങ്കിലും ദിവസം ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒരു 5 പോസ്റ്റ് ഇട്ട് പോയാൽ നിങ്ങൾക്ക് CM കിട്ടാൻ പോകുന്നില്ല. CM കിട്ടണമെങ്കിൽ റെഗുലറായിട്ട് നല്ല ആക്റ്റീവ്നെസ് കാണണം. മറ്റുള്ളവരുടെ പ്രൊഫൈലും പോസ്റ്റിലൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. നല്ല ഒറിജിനൽ പോസ്റ്റ് നിങ്ങളുടേതായിട്ടുള്ള പോസ്റ്റ് ഇടാൻ ശ്രമിക്കണം. അത് മിക്സപ്പ് ചെയ്ത്, അത് റീൽസ്, അതുപോലെ തന്നെ ഫോട്ടോസ്, നോട്ട്സ്, പിന്നെ ഇടയ്ക്കൊക്കെ ലൈവ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മിക്സപ്പ് ചെയ്യാൻ ശ്രമിക്കും. അല്ലാതെ വല്ലപ്പോഴും ഒരിക്കൽ ഫേസ്ബുക്കിൽ ആക്റ്റീവായി എന്ന് പറഞ്ഞിട്ട് മോണിറ്റൈസേഷനോ CMO ഏർണിങ്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് ഉൾട്ടായിട്ടുള്ള ഒരു മിസ്കൺസെപ്റ്റ് ആണ്. അതും കൂടെ മാറ്റിയെടുക്കുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ പറയാനായിട്ട്. ഈ പറഞ്ഞ കാര്യങ്ങളാണ് കൂടുതൽ എൻ്റെ ഇൻബോക്സിൽ ഡൗട്ടായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത് എല്ലാ ആൾക്കാർക്കും ഒരു അവയർനെസ് തരാമെന്ന് തോന്നിയത്. സോ അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക CM കിട്ടാനുള്ള ക്രൈറ്റീരിയ എന്താണ്, അല്ലെങ്കിൽ CM കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യാൻ പാടില്ല, അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അല്ലാതെ ചുമ്മാ ഫേസ്ബുക്ക് നിർത്തണോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഞാൻ റിമൂവ് ചെയ്ത് കളയട്ടോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ഇത് മനസ്സിലാക്കി നമ്മൾ മാക്സിമം ആക്റ്റീവായി നിന്നാൽ നിങ്ങൾക്ക് CM കിട്ടും. നമ്മൾ കൺഫ്യൂസ് അടിച്ച് നമ്മൾ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ CM കിട്ടത്തില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഉള്ള ടൈം കൂടെ വേസ്റ്റ് ആയി പോകും. സോ ആവശ്യമില്ലാതെ നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക, ആവശ്യമില്ലാതെ കൺസേൺ ആവാതിരിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട് അതിന് വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. പ്രൊഫൈൽ ഇഷ്യൂ ഉള്ള ആൾക്കാർ പ്രൊഫൈൽ ഇഷ്യൂ മാറ്റാൻ ട്രൈ ചെയ്ത് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് CM ആക്റ്റീവായി കിട്ടും. സോ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇനി അഡീഷണൽ പോയിന്റ്സ് എന്തെങ്കിലും അറിയാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ബോക്സിൽ ഇടുക. കൂടുതൽ യൂസ്ഫുൾ ആവും. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും അവരുടെ സ്വന്തം എക്സ്പീരിയൻസും കമന്റ് ബോക്സിൽ ഇടാം. സോ മറ്റുള്ള ആൾക്കാർക്ക് അത് കൂടുതൽ യൂസ്ഫുൾ ആവും. സോ അത്രേ ഉള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. ബൈ.